നടപ്പിലാക്കുന്ന 5 പദ്ധതികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലം നഗരസഭയുടെ പനമണ്ണയിലെ മാലിന്യ സംസ്കരണ ശാലയിലെ ആധുനികവൽക്കരണവും വിവിധ പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും 18-ാം തീയതി 4 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. MLA അധ്യക്ഷത വഹിക്കും. എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ ഒറ്റപ്പാലം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രഞ്ചിങ് ഗ്രൗണ്ടിന്റെ സ്ഥലമുള്ളൊരു നഗരസഭയാണ്. 30 വർഷമായി എടുത്തിരുന്ന മാലിന്യങ്ങൾ ഇവിടെ സംസ്കരിക്കുകയും അത് മല പോലെ കൂടിക്കെടുക്കുകയും ചെയ്തിരുന്നു. 1-ാം ഘട്ടം ആദ്യം മാലിന്യ സംസ്കരണം നടത്തി ബയോമൈനിങ് ചെയ്ത് പ്ലാസ്റ്റിക് വേർതിരിച്ച് പ്ലാസ്റ്റിക് കയറ്റിപ്പോയി. 2-ാം ഘട്ടവും നമ്മളിപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 3-ാം ഘട്ടം പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ അതൊക്കെ ചെയ്യുമ്പോഴാണ് സാനിറ്ററി നാപ്കിൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ആലോചന വന്നത്. സാനിറ്ററി നാപ്കിൻ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രം നമ്മളിപ്പോൾ അവിടെ അതിന് ഷെഡ് പണി കഴിച്ചിട്ടുണ്ട്, സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതും പണി പൂർത്തീകരിക്കും. കൂട്ടത്തിൽ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ജൈവ മാലിന്യങ്ങളും ബൾക്ക് വേസ്റ്റുകൾ വരുന്നുണ്ട്. അതും വലിച്ചെറിയുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ വലിച്ചെറിയരുത് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ ഇടാം എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 2000-ഓളം ബയോബിന്നുകൾ വീടുകളിലേക്ക് നൽകുകയുണ്ടായി. സ്ഥലമില്ലാത്ത ആവശ്യമുള്ള ആളുകൾക്ക് കൊടുത്തു. സ്ഥലമുള്ള ആളുകൾ അവിടെ ഒരു കുഴിയെടുത്ത് അവർ അതിനെ സംസ്കരിക്കുന്നതിന് സംവിധാനം ഇവിടെ തന്നെ. ഇത് ബൾക്കായിട്ടുള്ള മാലിന്യം, ജൈവ മാലിന്യം വളമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള OWCയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നു. കൂട്ടത്തിൽ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾ മാറ്റിയിട്ടുള്ള സ്ഥലത്ത് നമുക്കൊരു ബയോ പാർക്ക് നിർമ്മിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവിടെ പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ കളിസ്ഥലം അവിടെ നിർമ്മിക്കണം. അതേപോലെ തന്നെ KSWMPയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചുറ്റുമതിലും ഗേറ്റും നമുക്കതൊരു സുരക്ഷിത സ്ഥലമാക്കി മാറ്റേണ്ടതുണ്ട്. അതിന്റെ പ്രവർത്തനവും ഉദ്ഘാടനം നിർവഹിക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യത്തെ വൃത്തിയുടെ ഭാഗമായി ജില്ലയിൽ നമുക്കൊരു അവാർഡ് തരികയുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് തുടക്കം കുറിച്ചു എന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അവാർഡ് തന്നത്. കേരള സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം നഗരസഭയുടെ മാലിന്യ സംസ്കരണ രംഗത്തെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനത്തിന്റെയും ഭാഗമായി പനമണ്ണയിലെ മാലിന്യ സംസ്കരണശാല ആധുനികവൽക്കരിക്കുന്നതിന് പ്രസ്തുത ശാലയിലെ ജൈവ മാലിന്യ സംസ്കരണത്തിന് ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ സ്ഥാപിച്ചതിന്റെയും സാനിറ്ററി നാപ്കിൻ ഇൻസുലേറ്റർ സ്ഥാപിക്കുന്നതിന്റെയും ആധുനിക മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, മാലിന്യ സംസ്കരണശാലയ്ക്ക് ചുറ്റുമതിലും ഗേറ്റും നിർമ്മാണവും, ബയോ പാർക്ക് തുടങ്ങി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് 18-4-2025 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കുന്നത്. പതിറ്റാണ്ടുകളായി കുമിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്ത സ്ഥലത്താണ് പുതിയ പദ്ധതികളുടെ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. മാലിന്യമുക്ത ഒറ്റപ്പാലത്തിനായി ഇടതു ഭരണ നേതൃത്വം നടത്തിയ കൂട്ടായ യജ്ഞത്തിന്റെ വിജയം കൂടിയാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്ന 5 പദ്ധതികൾ. 1990-ലാണ് 2.42 ഏക്കർ വിസ്തൃതിയിലുള്ള ഈ ഭൂമി നഗരസഭയ്ക്കായി ഏറ്റെടുക്കുന്നത്. അന്നു മുതൽ ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് നിന്നും ശേഖരിക്കുന്ന മാലിന്യം ഈ ട്രഞ്ചിങ് ഗ്രൗണ്ടായി മാറുന്നത് ട്രഞ്ചെടുത്ത് വലിയ കുഴിയെടുത്ത് മാലിന്യം നിക്ഷേപിച്ച് വന്നിരുന്നതിന്റെ ഭാഗമായിട്ടാണ് ട്രഞ്ചിങ് ഗ്രൗണ്ട് അറിയപ്പെടുന്നത്. മാത്രമല്ല അന്ന് ജൈവ മാലിന്യം വളമാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തി ഇതിനകത്ത് തൊഴിലാളികൾ മാനുവലായി കൈകൊണ്ട് തരം തിരിച്ച് വളമാക്കി മാറ്റുന്ന പ്രവൃത്തി ഇവിടെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പനമണ്ണയിലെ വട്ടനാലെത്തുമ്പോഴേക്കും വലിയ രൂപത്തിലുള്ള ദുർഗന്ധം ഈ പരിസരമാകെ ഉണ്ടായിരുന്നു. അതാണ് നേരത്തെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ പനമണ്ണ എന്ന് പറയുന്നത് ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് നിന്ന് മാലിന്യം മുഴുവൻ ശേഖരിച്ച് നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമായി പനമണ്ണ മാറുന്നു എന്ന ഒരു സ്ഥിതി ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായി. പ്രസ്തുത ചടങ്ങിൽ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ അധ്യക്ഷത വഹിക്കും. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി, വൈസ് ചെയർമാൻ K രാജേഷ്, സെക്രട്ടറി AS പ്രദീപ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. KCV ന്യൂസ് ഒറ്റപ്പാലം.